നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ ഇരിക്കെ, ഞാൻ അമ്മയ്ക്കൊരു കാപ്പി ഇട്ടുകൊണ്ട് വരാം. എന്നിട്ട് അമ്മ ഒന്ന് ഫ്രഷ് ആവും. എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം മതി മോളെ. ശരി, ആയിക്കോട്ടെ. മോളെ, എന്താ നീ വലിയ സന്തോഷത്തിലാണല്ലോ? എനിക്ക് പിന്നെ സന്തോഷമില്ലാതിരിക്കോ ഡാഡി? നിരഞ്ജന്റെ അല്ല, അദ്ദേഹത്തിന്റെ അമ്മ വന്നില്ലേ? ഡാഡി, ജയിലിലെ നമ്പറിൽ ഇപ്പൊ വിളിച്ചു വന്ന് കിട്ടുമോ നോക്കൂ. ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തോട് പറയണ്ടേ? അപ്പച്ചി എന്താ മരണ വീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നേ? ഇതോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ അത്? ആ, കൊരങ്ങ് ചത്ത കാക്കാലനോ അതോ തത്ത ചത്ത കാക്കാലത്തെയോ? കാഞ്ചനയുടെ തത്ത അങ്ങനെ എളുപ്പത്തിൽ ചാവത്തൊന്നുമില്ല. അത് എല്ലാവരുടെയും തലയുടെ മേളിൽ കൂടെ ചിറകടിച്ച് പറക്കുകയും ചെയ്യും. വേണ്ട സമയത്ത് വേണ്ട പടം പൊത്തിയെടുക്കുകയും ചെയ്യും. ആയിക്കോട്ടെ. അതെ, അമ്മായിയമ്മ വന്നൂന്ന് കരുതി അധികം നീ അങ്ങനെ നെകളിക്കണ്ട. തെരശീല തുണി തെറുത്ത പോലെ ഇരിക്കുന്ന ആ പെണ്ണുമ്പിള്ള എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നീ അത് കണ്ടോ? ആ ശങ്കരേട്ടാ, ഞാനിവിടെ എത്തി. ഇത്തിരി നേരം ആയതേ ഉള്ളൂ. ബസ് ഇറങ്ങിയ പാടെ ഞാൻ ശങ്കരേട്ടനെ വിളിച്ചിരുന്നു. ശങ്കരേട്ടൻ ഫോൺ എടുത്തില്ലല്ലോ. അത് പിന്നെ പനിക്കൂർക്ക കഷായം കുടിച്ചിട്ട് ഞാനൊന്ന് മയങ്ങിപ്പോയി പെങ്ങളെ. ഇപ്പതേ ചുക്ക് കാപ്പിയും കുടിച്ചിട്ട് ആവിയും പിടിച്ചോണ്ടിരിക്കുന്നു. പനി വിട്ടില്ലേ ശങ്കരേട്ടാ? ഒന്ന് നന്നായി വേർത്തപ്പോൾ പനി സാമ്പ്രാണിക്കൊടി കായലും കിടന്ന് അത് അതിൻ്റെ വഴിക്ക് പോയി. ആട്ടെ, അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അന്തരീക്ഷം? അക്ഷരമോളുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു ശങ്കരേട്ടാ. പാവം. ആ വിശ്വസുന്ദരി കാഞ്ചന എന്ത് പറഞ്ഞു? നമ്മൾ എന്തിനാ ശങ്കരേട്ടാ അവരെയൊക്കെ നോക്കുന്നത്? നമുക്ക് നമ്മുടെ കൊച്ചുങ്ങളെ മാത്രം നോക്കിയാ പോരെ. എന്നാലും സൂക്ഷിച്ചോണം. മാടന മറുതയിലുണ്ടായ വിത്താണ് അവര്. ആ, വൈകിട്ട് അപ്പൂട്ടി വരില്ലേ ശങ്കരേട്ടാ? ആ, വള്ളം കെട്ടിയിട്ടിട്ട് അവൻ വരും. പൊടിയരിക്കഞ്ഞി ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയാ മതി. പിന്നെ ഭരണിയിൽ കടുകുമാങ്ങ അച്ചാറും ഉണ്ട്. എന്റെ പൊന്നു പെങ്ങളെ, അതല്ല എനിക്കറിയാം. നീ എന്നവിടെ സമാധാനായിട്ട് ഇരിക്കേ. ശരി. ആരാ, ശങ്കരനായിരുന്നോ? അതെ. ശങ്കരനിപ്പോ കുടിയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, മരുമോൻ അതങ്ങ് നിർത്തിച്ചു. ആർക്കും ഒന്നും നിർത്തിക്കാൻ കഴിയില്ല, സ്വയം തോന്നി നിർത്തണം. ആ, ഒഴുകിപ്പോകാൻ ഒരു സമയം, തിരിച്ച് നീന്തി കയറാൻ വേറൊരു സമയം, അങ്ങനല്ലേ? പിന്നെ നിരഞ്ജന്റെ അമ്മയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നോടോ? അപേക്ഷയോ? അത് സാറിന്? അതെ, അക്ഷരയെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മകളാക്കി എനിക്ക് തിരിച്ചു തരണം. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ, അതും ഒരു പെൺകുട്ടിക്ക് അമ്മയുടെ കരുതലും ഉപദേശവും വേണ്ട സമയത്ത്. അവളുടെ 12ാമത്തെ വയസ്സിലാണ് അവൾക്ക് അമ്മയെ നഷ്ടപ്പെട്ട്. അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൾക്കറിയില്ല. അമ്മയുടെ സ്ഥാനത്ത് കണ്ട് ഒരാളെ എങ്ങനെ സ്നേഹിക്കണമെന്നും എൻ്റെ മോൾക്കറിയില്ല. അങ്ങനെയൊന്നും ഇല്ല സാറേ. നല്ല മോളെ അക്ഷര. ഇപ്പം ഞാൻ മോളോട് പറഞ്ഞതേ ഉള്ളൂ, പട്ടുപോലത്തെ മനസ്സാണ് മോളുടേതെന്ന്. അവളോട് തന്നെ ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, തോറ്റുപോയ ഒരച്ഛനാണ് ഞാനെന്ന്. വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിടവുകൾ പണം കൊണ്ടും സമ്മാനപ്പതിവുകൾ കൊണ്ടും നികത്താമെന്ന് കരുതിയ ഒരു പമ്പര വിട്ടി. ഇനി നിരഞ്ജന്റെ അമ്മ വേണം അവളുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കാൻ. ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ കൊതിക്കുന്നത് പോലൊരു മകൾ. ഞാൻ അപേക്ഷിക്കാതെ തന്നെ
എന്റെ മോനെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് മിടുക്കനാക്കിയ ആളാണ് സാറ്. അതിന് പകരമൊന്നും ആവില്ല. പക്ഷേ അക്ഷര എന്റെ മകളാണ്. അക്ഷരമോളുടെ കൈ പിടിച്ച് തന്നെ ഞാൻ നിൽക്കും. അക്കാര്യത്തിൽ സാറിന് ഒരു വിഷമവും വേണ്ട. നന്ദി. പിന്നെ ഇവിടെ ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. എല്ലാം എന്നെയും എൻ്റെ മകളെയും ഓർത്ത് നിരഞ്ജൻ്റെ അമ്മ അതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കണം. ഇതും ഒരപേക്ഷയാണ്. അപ്പോ പോലീസ് സമർപ്പിക്കുന്ന കേസ് ഷീറ്റിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളുടെ മുമ്പോട്ടുള്ള പോക്ക്, അല്ലേ സിദ്ധു? കേസിന്റെ മുൻപോട്ടുള്ള കാര്യത്തിൽ എനിക്ക് ഭയമൊന്നുമില്ല സർ. പക്ഷേ ബെയിൽ, ജാമ്യം, അതാണ് നമ്മുടെ മുൻപിലെ ഒരേ ഒരു കടമ്പ. സി എ എന്ത് പറഞ്ഞു? പോലീസ്, അതായത് CI ലെവൽ വരെ നമ്മുടെ കയ്യിലാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നും നിലവിൽ നമുക്ക് ഉപദ്രവമൊന്നുമില്ല. പക്ഷേ ആ പക്ഷയിൽ ഒരു അപകടം പതിയിരിപ്പുണ്ടല്ലോ സിദ്ധു. ഏയ്, അപകടമൊന്നുമില്ല സർ. നമുക്ക് ഫോഴ്സിൽ ആളുകൾ ഉള്ളതുപോലെ നമ്മുടെ ശത്രുക്കൾക്കും കാണുമല്ലോ. നമുക്കുള്ളതിലോ അതിലും കൂടുതലോ ആളുകൾ. എങ്ങനെയും സാറ് പുറത്തു വരിക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യണം. നമ്മൾ ചിലപ്പോ ഔട്ട് ഓഫ് ദ വേയിൽ സഞ്ചരിക്കേണ്ടി വരും. പ്ലാൻ എ പരാജയപ്പെട്ടാൽ പ്ലാൻ ബി. ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്ന സോക്രട്ടീസിനോട് പ്രിയ ശിഷ്യനായ ക്രിറ്റോ ജയിലിൽ വെച്ച് പറഞ്ഞ അതേ തന്ത്രം. പ്ലാൻ ബി, ജയിൽ ബ്രേക്കിംഗ്, തടവ് ചാട്ടം. തൽക്കാലം ഏത് വഴിയാ സ്വീകരിക്കുന്നതെന്ന് സാർ നോക്കണ്ട. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന. പോലീസിനോ ജയിൽ അധികാരികൾക്കോ പ്രത്യക്ഷമായി നമ്മളെ സഹായിക്കാനാവില്ല. പക്ഷേ നല്ല മനസ്സുള്ളവർ ആ മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. സാറൊന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഒരു വക്കീലിനിങ്ങനെ പറയാൻ പറ്റുമെന്ന് സാർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്കത് പറ്റും. നിരപരാധിയായ എൻ്റെ കക്ഷിയെ രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ കേസ് തെളിയിക്കാൻ പോലീസുകാരിവിടെ തൊണ്ടി മുതൽ തൊട്ട് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ വരെ കൃത്രിമമായി ഉണ്ടാക്കുന്നു. പിന്നെയാ അത് കുഴപ്പമില്ല. സർ, ഡോക്ടറെ, സുഖല്ലേ? എന്തോന്നു സുഖം. കള്ളന്മാരെ മുൻപേ ഓടുന്നു, നമ്മൾ സൈറനെ വിട്ട് പുറകെ ഓടുന്നു. ഓടണ ഓട്ടം തന്നെ. നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെ സാറേ. അല്ല സാറേ, സാറിനോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, ഞാൻ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു. ഇവിടെ എത്ര ശാന്തമാണ്. ഒരു നോൺ പൊല്യൂട്ടഡ് ഏരിയ. മരുന്നുകളുടെ മണമില്ല, മൊബൈൽ ഫോണിന്റെ ശല്യമില്ല, ആംബുലൻസുകളുടെ അലമുറയില്ല. എന്നാൽ ഇവിടെ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടണ്ട. സാറിനെ കാത്തിരിക്കുന്ന ആയിരങ്ങൾ പുറത്തുണ്ട്. എന്നാൽ കഴിയുന്ന ഉപകാരങ്ങളൊക്കെ FIR-ലും ചാർജ് ഷീറ്റിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സർക്കിളാ. ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തം, ഒരു വട്ടം. അതിനുള്ളിലുള്ള കളിയെ നടക്കും. കാര്യങ്ങളൊക്കെ വക്കീലിനോട് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഡോക്ടറെ, ഞങ്ങളെന്നാ അങ്ങോട്ട്. ശരി, ചെല്ല്.
പെരുവഴിയിലായല്ലോ ഭഗവാനെ. അമ്മ അമ്മേ. ആ മോളെ. അമ്മ, ഒരു പ്രശ്നമുണ്ട്. അയ്യോ എന്തു പറ്റി? അയ്യോ പേടിക്കാനൊന്നുമില്ല. എന്റെ സ്കൂട്ടർ കേടായിന്ന് തോന്നുന്നു.